മലയാളത്തിൽ പുറമെ തമിഴ്, തെലുങ്ക് ഇൻഡസ്ട്രിയിലും തന്റേതായ സ്ഥാനമുണ്ടാക്കിയെടുത്ത ദുൽഖർ പാൻ ഇന്ത്യൻ റിലീസായി 5ഓളം ഭാഷകളിലാണ് തന്റെ സിനിമകളെല്ലാം റിലീസ് ചെയ്യാറുള്ളത്. എല്ലാ ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യുന്ന ദുൽഖർ തന്റെ ചിത്രങ്ങളെല്ലാം 5 ഭാഷകളിലും സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാറുമുണ്ട്. ഈ അടുത്ത കാലത്തായി റിലീസ് ചെയ്ത എല്ലാ ദുൽഖർ ചിത്രങ്ങളും അത്തരത്തിൽ പാൻ ഇന്ത്യൻ റിലീസായിരുന്നു. എന്നാൽ കാന്ത എന്ന ഒരൊറ്റ സിനിമയ്ക്കായി ഈ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. സെപ്റ്റംബർ 12 വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററിലെത്തുന്ന ചിത്രത്തിന് തമിഴിലും തെലുങ്കിലും മാത്രമേ റിലീസ് ഉണ്ടാവുകയുള്ളൂ. മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലൊന്നും ചിത്രത്തിന് തിയേറ്റർ റിലീസ് ഉണ്ടാവുകയില്ല. ഇതിനോടകം പുറത്തിറങ്ങിയ കാന്തയുടെ പോസ്റ്ററുകളും ടീസറും എല്ലാം തമിഴിലും തെലുങ്കിലും ഉള്ളത് തന്നെയായിരുന്നു. ഇതേക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാന്തയുടെ നിർമ്മാതാവ് കൂടിയായ ദുൽഖർ തന്നെയാണ് ചിത്രത്തിന് ഡബ്ഡ് വേർഷൻ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, 1950കളിലെ കഥ പറയുന്ന ചിത്രത്തിന് ഇന്നത്തെ തമിഴ്, തെലുങ്ക് ഭാഷാ ശൈലിയുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മറ്റ് ഭാഷകളിലേക്കുള്ള തർജ്ജമം ചെയ്യുമ്പോൾ ആസ്വാദനത്തിന് കോട്ടം വരാൻ സാധ്യതയുണ്ടതിനാലാണ് ഒറിജിനൽ ലാംഗ്വേജിൽ തന്നെ കാന്ത മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും കന്നഡയിലുമുള്ള ദുൽഖർ ആരാധകർക്ക് കാന്ത വേറിട്ട തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാവും. ഒട്ടുമിക്ക മലയാളികളും തമിഴ് അറിയാമെങ്കിലും ഡബ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ ഭൂരിഭാഗം പേരും മലയാളത്തിനും ദുൽഖറിന്റെ അന്യഭാഷ ചിത്രങ്ങൾ കാണാറുള്ളത്. അവസാനം റിലീസ് ചെയ്ത ലക്കി ഭാസ്കർ കേരളത്തിൽ നിന്നും 22 കോടിയോളം രൂപ കളക്ഷൻ നേടിയിരുന്നു. ഇനി തമിഴിൽ റിലീസ് ചെയ്യുന്ന കാന്ത കേരളത്തിൽ നിന്നും എത്ര കോടി കളക്ഷൻ നേടുമെന്ന് കണ്ടറിയാം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.